ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ട്രിപ്പിൻ്റെ ഇതിൽ തന്നെയാണ്. അപ്പം നമ്മൾ അടുത്ത ടൂറിൽ എത്തിയാക്കുക. അപ്പം നമ്മൾ പതിയാണ് പോകുന്നത്. നല്ല വെയിലും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഡിണ്ടിഗൽ അടുത്താകാറായി നമ്മൾ. അപ്പം അടുത്ത ടോളിൻ്റെ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, അങ്ങനെ വന്ന വഴിക്ക് ഒന്ന് നിർത്തി വെച്ചു ഒരു വെള്ളം കുടിക്കാനായിട്ട്. ഇവിടെ മോരും വെള്ളം. ഇടാ മോനെ, ഓർമ്മ എടുത്തു. ഒരു മോരും വെള്ളം. ചെറുക്കൻ മോരും വെള്ളം പറ്റിയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുടിച്ച് നോക്കണം. വെള്ളത്തില്ല 5 വയസ്സ് വെള്ളത്തില്ല. അങ്ങനെ വന്ന വഴിക്ക് ഞാൻ അതിൽ ആ മേളിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു സംഭവം കത്തിക്കുന്നുണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്ന ഈ കാണുന്ന മൊത്തം കരിമ്പും കാടാണ്. അപ്പോൾ നമ്മുടെ അണ്ണോട് ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞ് ഷൂട്ട് ചെയ്തോളം പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ കരിപ്പെട്ടി വരുന്നില്ലേ, കരിപ്പെട്ടി വരുന്നില്ലേ, ആ സാധനമാണ്. അപ്പം അവരിത് ഉണ്ടാക്കുന്നതിൻ്റെ മേക്കിംഗ് പ്രോസസ്സൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അതായത് ഉണ്ടോ ഇവരെ ചേച്ചിമാരൊക്കെ നിന്ന് കരിമ്പൊക്കെ വെട്ടിയെടുത്തുകൊണ്ടിട്ട് ഇതുപോലത്തൊരു വലിയ മെഷീനകത്ത് വെച്ച് അരിക്കും. ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറെടുക്കും. ഇതിൻ്റെ ചണ്ടിയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇത് ഇതുപോലെ ഉണങ്ങി കൊടുക്കുകയും ചെയ്തുപോലെ പശുക്കൾക്കും അങ്ങനെയൊക്കെ തിന്നാനായിട്ട്. ഇതുണ്ടോ വഴി ഇതിനകത്തോട്ട് വരുന്നു. അണ്ണന്മാരൊക്കെ ഇന്ന് പണിയിലാണ്. അപ്പം അതിൽ നമ്മൾ കരിപ്പെട്ടി ആകുന്നൊരു സാധനമുണ്ട്. നമ്മളിതൊക്കെ കണ്ടിരിക്കേണ്ട സാധനങ്ങളാണ്. അണ്ണാ നോക്കട്ടെ. അപ്പം അണ്ണോട് ചോദിച്ചപ്പം ഇതുണ്ടോ, ഇത് കരിപ്പെട്ടി ആയ സാധനമാണ് ഈ കിടക്കുന്നത്. ഇതുണ്ടോ ഇത് അണ്ണാ, കരിപ്പെട്ടി പ്രോസസ്സ് എല്ലാം കഴിഞ്ഞാ? ഫിനിഷ് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞാണോ? ഇതുണ്ടോ, ഇതാണ് കരിപ്പെട്ടി. പക്ഷേ കരിപ്പെട്ടിക്ക് കളറ് സാധാരണ കറുത്തല്ലേ, ചിലപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ആവുമായിരിക്കും. ഇതുണ്ടോ, ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്നാണ് നമുക്ക് കരിപ്പെട്ടിയൊക്കെ വരുന്നത്. ഇതുണ്ടോ, അതായത് അവിടെ നിന്നെടുക്കുന്ന മറ്റേ കരിമ്പിൻ്റെ ചാറില്ലേ, നീരെല്ലാം ഇതുപോലത്തെ ഒരു വലിയൊരു ഇതിനകത്ത് ഇട്ട് തിളപ്പിക്കും. ഇത് വറ്റി വരണോ, ചെറുതാവണോ? 6 മണിക്കൂർ. 6 മണിക്കൂർ ഇളക്കണം. ഇത് 6 മണിക്കൂറിട്ട് ഇളക്കിയിട്ടാണ് ഇതൊന്ന് അതിൻ്റെ രീതിയിലായി വരുന്നത്. ഇതുണ്ടോ, ഇവരെ സമ്മതിക്കണം കേട്ടോ, രണ്ടുപേരെ സമ്മതിക്കണം. 2 മണിക്കൂർ, അരമണിക്കൂർ ഇനി വേണം. ഓക്കെ. അപ്പം ഇത് ഇത്രയും വലിയൊരു പാത്രത്തിലിട്ട് തീ കത്തിച്ച് ആക്കിയിട്ട് ഇതുണ്ടോ, അവിടെ ഒരു പൈപ്പ് ഉണ്ടോ, ആ പൈപ്പ് വഴി ഡയറക്റ്റ് ഇങ്ങോട്ട് വിടും. ഉണ്ട് ഇവിടെ ചെറിയ തണുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് അവരിത് ഇതുപോലെ ബോളാക്കിയെടുത്ത് ഇങ്ങോട്ട് മാറ്റും. ഇപ്പോൾ രണ്ടുപേരും സമ്മതിക്കണം. ഈ ചൂടത്ത് നിന്ന് പരിപാടി തന്നെ. ഇതെന്തോ ഇതിൻ്റെ മേളിൽ തള വരുന്ന വേസ്റ്റ് വെള്ളം അതിനകത്തോട്ട് അവർ മാറ്റുന്നുണ്ട്. അണ്ണാ അതെന്താ? ജ്യൂസ്. ഓക്കെ. നമ്മൾ അവിടെ കണ്ട ജ്യൂസില്ലേ, അതായത് കരിമ്പിൻ ജ്യൂസ് മോട്ടോർ വഴി അടിച്ച് ഇത് ഈ ടാങ്ക് കണ്ടോ, ഈ ടാങ്കിനകത്ത് മേളിൽ കൂടെ വീഴുന്നത് കണ്ടോ, ഈ കാണുന്നത് വെള്ളം, ഈ ജ്യൂസ് വീഴുന്നതാണ്. നല്ല ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം ആ ജ്യൂസ് അതിനകത്തോട്ട് വീഴും. അതിനകത്ത് വീണ് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് ഈ ടാങ്കിൻ്റെ അടിയിൽ നിന്ന് ഓണാക്കി ഇതിനകത്തോട്ട് നിറയും.
എന്നിട്ട് ഇത് പ്രോസസ്സിങ് എല്ലാം ശരിയായി കഴിയുമ്പോഴത്തേക്ക് ഇതുവഴി എടുത്ത് ഇതിനകത്തോട്ട് മാറ്റും. സോ എന്നാലുള്ള സംഭവം ഉള്ള ഇത് ചൂടോടെ തന്നെ കൈ പിടിച്ചു ഉരുട്ടിയാണ് വരുന്നത്. ഇതൊക്കെ നമ്മളൊക്കെ ഇത് കണ്ടിരിക്കേണ്ടതാണ്. നമ്മളൊക്കെ മേടിക്കുമ്പം കടയിൽ കിട്ടുന്ന സാധനം പാക്കറ്റിലും നല്ല സ്വർണ്ണ കളറുള്ള പാക്കറ്റിലും പച്ച കളറുള്ള പാക്കറ്റിലൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഈ രീതിയിലാണ് സാധനം കിട്ടുന്നത്. അത് ഉണ്ടാക്കുന്നതിലൊരു വലിയൊരു കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ ഇതുപോലൊക്കെ സാഹചര്യത്തിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് ഒന്ന് കണ്ടിരുന്നേക്കാം. ഉണ്ടോ ആ ജ്യൂസ്? ഇതുണ്ടോ ചെറിയൊരു മോട്ടർ കണ്ടോ? ഇത് കാണണം, നിങ്ങളൊക്കെ കണ്ടോ? ഇതുണ്ടോ ഈ ചെറിയ മോട്ടർ വഴി, ഈ മോട്ടർ കൂടെ പോകുന്നത് മറ്റേ കരിമ്പ് ജ്യൂസ് ഈ മോട്ടറിൻ്റെ പൈപ്പ് കൂടെ, ആ മോട്ടറിൻ്റെ പൈപ്പൊക്കെ ഉണ്ടോ, ആ ചെറിയ മോട്ടറിനകത്തൂടെ ഞാൻ പറഞ്ഞ മറ്റേ ടാങ്കിലോട്ട് പോകുന്നു. എന്താണേലും കണ്ടപ്പം നമ്മുടെ മറ്റേ പായസം ഇല്ലേ, അടപ്രഥമനൊക്കെ വലിച്ചു വാരി തിന്നുകൊണ്ടിരുന്നതാണ്. മതിയായി. എന്തായാലും കഷ്ടമാണ്. അയാളും ഇറങ്ങിയത് നന്നായി. എന്നാളും ഇച്ചിരി കഷ്ടമാണ്. എന്നാലും കാണാൻ പറ്റി, നല്ലൊരു കാര്യം. അങ്ങനെ നല്ല വെയിലെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വെയിൽ. അപ്പം എന്നാളും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല ബിരിയാണി ഇട്ട് വന്ന് നോക്കാം. നോക്കട്ടെ, ആളൊന്നും വരുന്നുമില്ല. വേലയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ചെയ്യണ്ടേ? ഇങ്ങനെ കഴിച്ചിട്ട് ഇതൊക്കെ എന്നാ കറികളാണെന്ന് ദൈവം നമ്പരാനറിയാം. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പരിപ്പ കൊള്ളാം. നമ്മുടെ ഇതാണോ പയറ് കൂട്ടി വേറെ പഞ്ചപ്പൊടി കുറച്ചുകൂടെ പോകുമ്പോൾ രസം പോകുമ്പോൾ രസവും കിട്ടിയിട്ടുണ്ട്. രസവും കൂട്ടി നോക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ചത്രയും കുഴപ്പമില്ല കേട്ടോ. ഉദ്ദേശിച്ചത്രയും കുഴപ്പമില്ല. നല്ലോ, ഇനി കഴിച്ചിട്ട് കാണാവേ. ഹലോ ഗൈസ്, അങ്ങനെ വന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ചോദിച്ചപ്പം വെള്ളം എടുത്തോളാൻ പറഞ്ഞു. അപ്പം നമ്മളുടെ വണ്ടിക്കകത്ത് നമുക്ക് അത്യാവശ്യമുള്ള വെള്ളം നിറയാം. ഈ ജാറ് നമ്മൾ കാര്യമായിട്ട് കൊണ്ടുവന്നേ. ഒന്നാമത് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വെള്ളം പിടിച്ച് പറയുക, വെള്ളം തരികയല്ല. അപ്പം അതിനാളും ഹോട്ടലിൽ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് വെള്ളം ചോദിച്ചു, വെള്ളം വേണമെന്ന്. അപ്പം അങ്ങനെ വെള്ളം തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടെ ഉണ്ട് ഒരു ചോറ്, സാധാരണ നമ്മളെടുത്ത ചോറും 2-3 കൂട്ടം കറിയും പപ്പടവും എന്തെങ്കിലും 120 രൂപയാണ്. ഫ്രീ വൈഫൈ കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് കയറി, പക്ഷേ വൈഫൈ ഒന്നുമില്ല. എന്തായാലും വെള്ളം എടുത്ത്, ഇനി ഭയങ്കര വെയിലാണ്. ഇപ്പോൾ 2 മണി 3 ആയേ ഉള്ളൂ. പിന്നെ വെള്ളം നിറച്ചിട്ടേ നമ്മളിവിടുന്ന് പോവുള്ളൂ.